ഹായ് നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ മത്തങ്ങ പുളിങ്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ 1 കപ്പ് ചേർക്കുന്നു. അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പമുള്ള പുളി പിഴിഞ്ഞ് എടുത്ത വെള്ളം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. മത്തങ്ങ വെന്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അടുപ്പത്തൊരു പാത്രം ചൂടാക്കാൻ വെക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. തക്കാളി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ വേവിച്ച മത്തങ്ങ ചേർക്കാം. മത്തങ്ങയെല്ലാം ചെറുതായി ഉടച്ചു കൊടുക്കണം. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് തിളയ്ക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിക്കാൻ, ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഉപ്പ് വേണമെങ്കിൽ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. ഇനി കറിയിലേക്ക് താളിച്ച് ചേർക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകും വറ്റൽമുളകും ചേർക്കാം. 4-5 ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കായപ്പൊടി വേണമെങ്കിലും കുറച്ച് ചേർക്കാവുന്നതാണ്. ഒന്ന് ഇളക്കിയ ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.